ഇന്നലെ മാധ്യമപ്രവർത്തകർ കൃത്യമായി, അതായത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഇനി മറുപടിയുണ്ടോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. നല്ലത്. ഞാൻ തിരിച്ചു വന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തന്നത്. നിങ്ങളെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത ചോദ്യത്തിന് ഞാൻ അങ്ങനെ ഉത്തരം പറയും? എന്റെ മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതൊരു ബഹളം വെക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു പുതിയ അനുഭവമാണ്. എങ്ങനെ കാര്യങ്ങൾ വക്രീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന രീതിയാണ് സാധാരണ ഞാൻ സ്വീകരിക്കാറ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ട് ഒരു ബഹളമയമാക്കി മാറ്റാൻ ശ്രമിച്ചത് അത് നിർഭാഗ്യകരമായി പോയി. അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. ബന്ധപ്പെട്ടിട്ട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെ ഒരു പ്രതികരണത്തിൽ നിയമത്തെ LDF-നെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണയും LDF-നായിരുന്നു നിയമത്തെ SDPയുടെ പിന്തുണ. പക്ഷേ CPIM-ഉം നിയമത്തെ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പിന്തുണ നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു പിന്തുണ ആവശ്യമോ സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി നിലയ്ക്കോ നൽകിയിട്ടുണ്ടോ? തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണത്. ഞങ്ങള് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിന്റെ പ്രായോഗികതക്കനുസരിച്ചുള്ള നിലപാടുകൾ ആളുകൾ സ്വീകരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലാതെ ഞങ്ങളെ LDF-ന് പുറത്തുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിയുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമീപിക്കുന്ന നില ഉണ്ടായിട്ടേ ഇല്ല. അത് ശിവൻകുട്ടിയുടെ കാര്യത്തിലും അദ്ദേഹം നേരിട്ട് അഭ്യർത്ഥിക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവിടുത്തെ പ്രത്യേക സാഹചര്യവും കൂടി നമ്മൾ കാണണം. അവിടെ BJP-ക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യമാണ് 2016 കോൺഗ്രസ് ഒരുക്കിയത്. സാധാരണഗതിയിൽ BJP ജയിച്ചു വരേണ്ട മണ്ഡലമായിരുന്നില്ല അത്. പക്ഷേ BJP ജയിച്ചു വന്നു. BJP-ക്ക് വലിയ സന്തോഷം. അത് അന്ന് ഒരു പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി വന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങളത് 2021 ആ തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. BJP രാജ്യത്ത് സ്വീകരിക്കുന്ന നിലയുണ്ട്, ഇവിടെ സ്വീകരിക്കുന്ന നിലയുണ്ട്. BJP ജയിച്ചുകൂടാ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികൾ നമ്മുടെ രാജ്യത്തും കേരളത്തിലുമുണ്ട്. BJP-യെ ഞങ്ങൾ ശക്തമായി നേരിടുന്നു വന്നപ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയമായി ഞങ്ങളോട് യോജിപ്പില്ലാത്ത, ഞങ്ങളുമായി സഹകരിക്കാത്ത ചില ആളുകൾ BJP-യെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് നാം കാണേണ്ട കാര്യം. എന്തിനാണത്? BJP ഇവിടെ പരാജയപ്പെടണം എന്നാഗ്രഹിക്കുന്ന അത്തരം ആളുകൾ BJP-യെ പരാജയപ്പെടുത്താൻ LDF-ആണ് ശരിയായ രീതിയിൽ മുന്നിട്ടിറങ്ങിയത് എന്ന് കാണുമ്പോൾ LDF-നെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടാവും. അതേതെങ്കിലും ഒരു കരാറിൻ്റെ ഭാഗമല്ല, ഏതെങ്കിലും ധാരണയുടെ ഭാഗമല്ല. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ സ്വീകരിച്ച നിലയിൽ ഏതെങ്കിലും വർഗീയതയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബാന്ധവം ഉണ്ടാക്കിയോ? വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ എതിർക്കുന്ന നിലപാടാണല്ലോ ഞങ്ങൾ സ്വീകരിച്ചു വന്നത്. അതിൻ്റെ ഫലമാണല്ലോ ഈ കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളം വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്ത നാടായി നിലനിൽക്കുന്നത്. അപ്പോൾ അതിനിടയാക്കിയത് LDF-ന്റെ ശുദ്ധമായ വർഗീയ വിരുദ്ധ നിലപാടാണ്. ആ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട്
നമുക്ക് പരിഗണിക്കാനും പാടില്ല. അതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഘോരമായ മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെന്നാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കാം. രാഹുൽ ഗാന്ധിക്ക് ആളുകൾ തന്നെ മറുപടി പറഞ്ഞില്ല, ഞാൻ തന്നെ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി മറുപടി ആള് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ഈ കട്ടവരൊക്കെ സ്വന്തം വീട്ടിലെത്താനിടയായതെന്ന് ആലോചിച്ചാൽ അതിനുള്ള മറുപടി ആയല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള തകരാറുകളൊന്നും ഇല്ലല്ലോ അക്കാര്യത്തിൽ. അത് ഞാൻ തന്നെ പിന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. മനുഷ്യരുടെ വോട്ട് മതി എന്ന് ഇന്ത്യയുടെ സംസ്ഥാനത്തിൽ വിനിയോഗിച്ചും നഷ്ടമായി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? എന്നാ ഇനി അദ്ദേഹത്തോട് എഴുതി വാങ്ങാം, എന്നിട്ട് പറയാം. ഞങ്ങൾ പറയുന്നത് ഞങ്ങളല്ലേ പറയാന്ന്, ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ വർത്താനം പറയാം. അതിനെപ്പറ്റി എന്തിനാ നിങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്നു? ഏത് അല്ല, അത് നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാല്, നിങ്ങൾ നേരത്തെ നമ്മുടെ നാട്ടില് കണ്ടുവന്നൊരു കാര്യമുണ്ടല്ലോ. അത് ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണല്ലോ. വലിയ തോതിൽ വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നു. ആ വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി നിരവധി ഞങ്ങളുടെ സഖാക്കൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് ഉണ്ടാക്കാൻ നോക്കിയ ഒരു ശ്രമം എന്താണ്? പ്രചരിപ്പിക്കാൻ നോക്കിയൊരു കാര്യം എന്താണ്? ഞങ്ങൾ വർഗീയതയുമായി സമവായത്തിന് നീങ്ങുകയാണ്, വർഗീയതയുമായി ഒത്തുപോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ വലിയ പ്രചരണം പരസ്യമായും രഹസ്യമായും, കൂടുതൽ രഹസ്യമായി. എന്തിനായിരുന്നു അത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ആപത്ത് വിതച്ചതാണ് ഭൂരിപക്ഷ വർഗീയത. ആ ഭൂരിപക്ഷ വർഗീയതയുടെ നിലപാടുകൾക്കെതിരെ ഉറച്ച നിലപാട് എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും കേരളത്തിൽ LDF സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല നിലയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ആ ഞങ്ങളെ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നവരാണ് എന്ന് വരുത്തിയാൽ അത് തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടുകൊണ്ടല്ലേ അങ്ങനെ നീക്കിയത്. എന്തുകൊണ്ടാണത്? ഞങ്ങളുടെ നിലപാട് വലിയ തോതിൽ നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ മതിപ്പുണ്ടാക്കി. നമ്മുടെ നാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ നേരത്തെ ഇടതുപക്ഷത്തോട് വലിയ ആഭിമുഖ്യമുള്ളവരായിരുന്നില്ല ന്യൂനപക്ഷം. പക്ഷേ അവരുടെ അനുഭവത്തിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ന്യൂനപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരായി അവർ മാറുന്നത്. എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തെ ഒരേ മനസ്സോടെ കാണുന്ന നിലയുണ്ടായി. നമ്മുടെ രാജ്യത്തായാലും കേരളത്തിലായാലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പം അത്തരം ആളുകൾ ഇടതുപക്ഷത്തെ വിരോധപരമായി കാണുന്നത് അവസാനിപ്പിച്ചു, ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ഇത് തങ്ങൾക്ക് വലിയ അപകടമുണ്ടാക്കും എന്ന തിരിച്ചറിവിലാണ് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെക്കുറിച്ച് തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടണമെന്ന തോന്നൽ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങളെക്കുറിച്ച് തെറ്റായ ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നത്. ഇവിടെ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.